ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഭഗവതുപാസനയുടെ നാരായണീയ മധുരം ഇന്ന് 233 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ശ്രീമദ് നാരായണീയത്തിൽ 23 ദശകത്തിലേക്ക് നമ്മൾ കടക്കുകൂടിയാണ്. 23 ദശകത്തിൽ ദക്ഷന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് പട്ടേരിപ്പാട് നാരായണീയം ആരംഭിക്കുന്നത്. നാരായണീയ മധുരത്തിലെ ഈ 233 ദിവസം 23 ദശകത്തിലെ 1 ശ്ലോകത്തെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഭഗവാന്റെയും ഭക്തോത്തമനായ ഭട്ടപാദരുടെയും പാദാരവിന്ദങ്ങളിൽ സാദരം സവിനയം ഭക്തിയോടുകൂടി സമർപ്പിക്കാം. ആദ്യം ശ്ലോകം, അതിനുശേഷം അതിൻ്റെ അന്വയം, അർത്ഥം, വീണ്ടും ശ്ലോകം ചൊല്ലി ശ്രീഹരിയം പാടി നമുക്ക് സമർപ്പിക്കാം. പ്രാചേതസസ്തു ഭഗവന്നപരോഹി ദക്ഷസ്ത്വൽസേവനം വ്യഥിത സർഗവിവൃദ്ധികാമ ആവിർബഭൂവിധ തദാ ലസദഷ്ടബാഹുസ്തസ്മൈ വരം ദദിധ താം ച വധൂമസിഗ്നിം. ഇവിടെ ഭഗവാനെ പ്രാചേതസഹ അപരാഹി ദക്ഷ തു, പ്രചേതസ്സുകളുടെ പുത്രനായ മറ്റേ ദക്ഷൻ, അപരഹ ഹി ദക്ഷ തു സർഗവൃദ്ധി കാമ, സൃഷ്ടി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്
ത്വൽ സേവനം യഥിത, അവിടുത്തെ ഭജിച്ചു. തഥാ ലസദഷ്ടബാഹു ആവിർബഭൂവിധ, അപ്പൊ ഭഗവാൻ 8 തൃക്കൈകളുമായി ആ ദക്ഷന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. തസ്മൈ വരം താം അസിഗ്നിം വധും ച ദദിധ, ആ ദക്ഷൻ ആഗ്രഹിച്ച വരവും അതേപോലെ അസിഗ്നി എന്ന ഭാര്യയെയും നൽകി. ശ്രീമദ് ഭാഗവതത്തെ വേണ്ട പോലെ പഠിച്ച് അതിൽ നിന്ന് ഭാഗവതത്തിന്റെ സാരമായ നാരായണീയം രചിച്ച മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരി ഇവിടെ ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷൻ, അത് നമ്മൾ നേരത്തെ കേട്ടു. ഇപ്പതാ അത് നാരായണീയത്തിൽ 16ാമത്തെ ദശകത്തിലാണ്. പിന്നെ മറ്റൊരു ദക്ഷൻ, അതാണ് പ്രതേജസ്സുകളുടെ പുത്രനായിട്ടുള്ള ദക്ഷനെ പറഞ്ഞത്. അതിൽ രണ്ടാമത് പറഞ്ഞ പ്രതേജസ്സുകളുടെ പുത്രനായ ദക്ഷൻ, അദ്ദേഹം ഭഗവാനെ പ്രസാദിപ്പിക്കുന്നു. അഘമർഷണം എന്ന തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് ഹംസഗുഹ്യം എന്ന വിശേഷമായിട്ടുള്ള മന്ത്രം കൊണ്ട് ഭഗവാനെ ഭജിച്ചു എന്നാണ് ഭാഗവതം പറയുക. അപ്പോ ഭഗവാൻ ശംഖ്, ചക്രം, വാള്, പരിച, വില്ല്, അമ്പ്, പാശം, ഗദ എന്നിങ്ങനെ 8 തൃക്കൈകളിൽ 8 ആയുധങ്ങളോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. പഞ്ചജനപുത്രിയായിരിക്കുന്ന പഞ്ചജനി എന്ന് അറിയപ്പെടുന്ന അസിഗ്നിയെ വിവാഹം ചെയ്തു. സൃഷ്ടി വർദ്ധിപ്പിക്കാൻ ദക്ഷന് ഭഗവാൻ അനുഗ്രഹം നൽകുകയും ചെയ്തു. ഭാഗവതം അവിടെ 6ാമത്തെ സ്കന്ധത്തിൽ, 6ഠ സ്കന്ധത്തിൽ 4ാമത്തെ അധ്യായത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് മേൽപ്പുത്തൂർ ഈ മനോഹരമായ ശ്ലോകം രചിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഈ ശ്ലോകം ചൊല്ലി അതിനുശേഷം വഞ്ചിപ്പാട്ടിലേക്ക്, ശ്രീഹരിയത്തിലേക്ക് കടക്കാം. പ്രാചേതസസ്തു ഭഗവന്നപരോഹി ദക്ഷസ്ത്വൽസേവനം വ്യഥിത സർഗവിവൃദ്ധികാമ ആവിർബഭൂവിധ തദാ ലസദഷ്ടബാഹുസ്തസ്മൈ വരം ദദിധ താം ച വധൂമസിഗ്നീം. ശ്രീഹരിയം വഞ്ചിപ്പാട്ടായിട്ട് പാടി സമർപ്പിക്കാം. നാരായണ 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 രാധാ ഗോവിന്ദ. പ്രചേതസ്സുക്കൾ തന്നുടെ പുത്രനാകും ദക്ഷൻ സൃഷ്ടി വർദ്ധിപ്പിക്കാൻ ഭഗവാനെ തപസ്സു ചെയ്തു. അഷ്ടബാഹുവായി എത്തി ഇഷ്ടവരം നൽകി ദേവൻ അസിഗ്നി എന്നുള്ള സ്ത്രീയെ ഭാര്യയായി നൽകി. നാരായണ 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 രാധാ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.